Hallo Leute, herzlich willkommen bei unserem deutschen Geschichten. Ich heiße Aditya und ich komme aus Kollam. Und ich heiße Afle und komme aus Kasaragod. ജർമ്മനാണ് ജർമ്മൻ, എനിക്കറിയില്ല. നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു കറേജുമായിട്ട് മുമ്പോട്ട് പോയി ഇപ്പോൾ ലാംഗ്വേജ് പഠിച്ച് 4 മൊഡ്യൂൾ ക്ലിയർ ചെയ്ത് വരുന്ന ഇൻടേക്കിൽ ജർമ്മനിയിലേക്ക് പോകാൻ നിൽക്കുന്ന 2 പേരാണ് എൻ്റെ മുമ്പിലുള്ളത്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല, എന്നാലും മലയാളത്തിൽ പറഞ്ഞു കൊടുക്കൂ. എവിടുന്നാ വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയും. എൻ്റെ പേര് ആദിത്യ എന്നാണ്, ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ, എൻ്റെ പേര് അഫ്ലഹ് എന്നാണ്, ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഓക്കെ ഫൈൻ. എൻ്റെ പേര് അജിത്ത്, ഞാനും കാസർഗോഡ് നിന്നാണ്. ഞാനിവിടുത്തെ അഡ്മിഷൻസ് ഹെഡാണ് എഡ്യൂഫ്ലെയറിൻ്റെ. അപ്പോൾ നമ്മളിന്ന് തീർച്ചയായിട്ടും നമ്മൾ പല സീരീസുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പേരൻസുമായിട്ട് ഡിസ്കഷൻസ് ഉണ്ട്, ഞങ്ങളുടെ ചെയർമാനായിട്ട് ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ള വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ജേർണിയാണ് അറിയേണ്ടത്. അതായത് 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം എന്നൊരു ഡിസിഷനിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ്. സോ ഒബ്വിയസ്ലി അഫ്ലഹ് എങ്ങനെയായിരുന്നു, ലൈക്ക് ഇത് +2 പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, അതോ ലൈക്ക് ഇതിന് ശേഷമാണോ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലേക്ക് വന്നത്? ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഓക്കെ, ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലൈക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഏണിംഗ് കിട്ടുന്നു, ലൈക്ക് നമ്മൾ പാരൻസിന് ലൈക്ക് ഒരു ബേർഡൻ കൊടുക്കുന്നില്ല, ബെറ്ററാണ്. അതുപോലെ തന്നെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് കൂടിയുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ജർമ്മനി തന്നെയാണ് ബെറ്റർ. ദെൻ ഞാൻ 12th കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് കുറച്ചും കൂടി റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഇതിനെക്കുറിച്ച്. ലൈക്ക് അന്ന് ചെയ്ത് വന്നപ്പോൾ ലൈക്ക് എൻ്റെ നാട്ടിൽ തന്നെ ആൾക്കാരുണ്ട് അവിടെ പഠിക്കുന്നുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അവരായി എൻക്വയറി ചെയ്തു. ദെൻ ഞാൻ ജോയിൻ ചെയ്തു, അങ്ങനെ പഠിച്ചു പോയി. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ എക്സാം എഴുതി ക്ലിയർ ചെയ്തു. ഇപ്പോൾ ഇതാ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു, ഇനി പോകാൻ നിൽക്കും. ഓക്കെ, ഇപ്പോൾ എത്ര നാളെടുത്തു +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്ന മൊമെന്റ് തൊട്ട് ഇന്ന് വരെ ഏകദേശം എത്ര ടൈം എടുത്തിട്ടുണ്ട്? കറക്റ്റ്ലി പറയുകയാണെങ്കിൽ 1 year. 1 year എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 1 yearൽ എന്തെങ്കിലും ഒരു ടൈമിലൊക്കെ ഇതിൽ നിർത്തി പോകാം, അല്ല പുറകോട്ട് പോകാൻ, ഡിഗ്രിക്ക് പോകായിരുന്നു, വേറെ കോഴ്സ് പഠിക്കായിരുന്നു, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പോയാൽ തന്നെ ലൈക്ക് ഞാൻ ഇപ്പോൾ ഒരു 3 years ഡിഗ്രി ചെയ്തു, ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇറങ്ങിയാലും ലൈക്ക് എനിക്ക് കിട്ടുന്ന ഒരു സാലറി, ലൈക്ക് ജോബ് കിട്ടിയാൽ തന്നെ, നമ്മളിപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ജോബ് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു ഡിഫിക്കൽട്ടിയാണ്. ലൈക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ജോബ് കിട്ടിയാലും അവിടെ നമ്മൾക്ക് എന്തായിരിക്കും, വേജ് കുറവായിരിക്കും. ലൈക്ക് അതിലും ബെറ്റർ, എത്രയോ ബെറ്ററാണ് ഞാൻ 1 year ഞാൻ സ്പെൻഡ് ചെയ്താലും അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി എടുക്കാം, ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്. ആ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തേക്ക് എങ്ങനെയാണ് ഈ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് ആണോ, ജർമ്മനി എന്ന് പറഞ്ഞ കൺട്രിയുടെ ഒരു ഫാസിനേഷൻ ആണോ, എന്താണ് ആക്ച്വലി അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാല് എൻ്റെ ഒരു ഡ്രീമേ അല്ലായിരുന്നു, ചെയ്തിട്ട് പോലും ഇല്ല ഒന്നിനെ കുറിച്ചും. ഞാൻ ശരിക്കും ഒരു നീറ്റ് ആസ്പിറന്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഓക്കെ 5th standard തൊട്ടുള്ള ആഗ്രഹമായിരുന്നു, ഓക്കെ മെഡിസിൻ. അപ്പോൾ അന്നേരത്തുള്ള ഒരു ഡ്രീം ആയിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. ഓക്കെ, അപ്പോൾ അതെ, അവിടെ തന്നെ പോയി പഠിക്കായിരുന്നു. പാലാ ബ്രില്യന്റിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട്സ് വന്നപ്പോൾ എനിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനുള്ള മാർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ എന്തായാലും അത്രയും ആഗ്രഹിച്ചു വരുമ്പോൾ നമുക്കതൊരു വലിയ ട്രോമയായിരിക്കും. അയ്യോ എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു അത്യാവശ്യം നല്ല. അതെ, ഇനി എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്താണ്, എല്ലാത്തിനോടും ഒരു എന്താ റിലക്റ്റൻസ് ആയിരുന്നു. ഇത് വേണ്ട, എനിക്ക് ഈ കോഴ്സ് ചെയ്യാൻ വയ്യ, ഇനി എനിക്ക് ഡിഗ്രിക്ക് പോകാൻ വയ്യ, എനിക്ക് ഇത് തന്നെ മതി എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ വീട്ടുകാർ തന്നെയാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, ഇങ്ങനൊരു കോഴ്സ് ഉണ്ട്. അച്ഛനാണെങ്കിൽ ഇവിടെ റോയ്സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ ഇതൊന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കണ്ടപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും പഠിക്കുന്ന ടൈമിൽ തന്നെ, അതായത് 1.5 lakh ഒക്കെ ഏൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചു. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിച്ചു, ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് അങ്ങനെ വന്നിരുന്നു വെറുതെ പറയില്ല, എന്തെങ്കിലും ഒരു ഫാക്ട് കാണും അതിന്റെ പറയാം. അങ്ങനെ ഞങ്ങൾ എഡ്യൂഫ്ലെയറിനെ കോൺടാക്ട് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചപ്പോൾ നമുക്ക് കൗൺസിലേഴ്സ് പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളതാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്, ഹൗസ് ബിൽഡിംഗ് ഉണ്ട്, അവിടെ പോയാലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ്, നഴ്സിംഗ് ഉണ്ട്, പല കോഴ്സുകളുണ്ട്, ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെഡിസിൻ ഫീൽഡ് ആഗ്രഹിച്ചൊരു വ്യക്തിയാകുമ്പോൾ ഞാൻ നഴ്സിംഗ് തന്നെ ആയിരിക്കുമല്ലോ. അതെ,
അപ്പോൾ അത് തന്നെ നോക്കി മുന്നിലേക്ക് വന്നു. നഴ്സിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചേർന്നു ഇങ്ങനെ പഠിക്കാൻ. ഇവിടെ വന്നപ്പോൾ ആകെ പറഞ്ഞൊരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഓക്കെ നീ ലാംഗ്വേജ് എങ്ങനെയും പാസ്സാവുക, നീ ഇതുവരെ എന്ത് പഠിച്ചു എന്നുള്ള ഒന്നും വേണ്ട, ലാംഗ്വേജ് പാസ്സാവുക, ബാക്കി നിന്നെ വിടുന്നവരെ ഞങ്ങൾ നോക്കിക്കോളാം. സെയിം തന്നെ ഇപ്പൊ ഞാൻ ലാംഗ്വേജ് പഠിച്ചു, പോകാനെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു ഫാക്ട് എനിക്ക് തോന്നുന്നു, ഞാൻ നീറ്റ് എഴുതി കിട്ടി ഇവിടെ നിന്നാൽ പോലും ഇത്ര ഒരു ഹാപ്പി മൊമെന്റ് എന്റെ ലൈഫിൽ വരില്ലായിരുന്നു. അതെ, വലിയൊരു ടേൺ ഓവർ സംഭവിച്ചു പോലെ തന്നെ തോന്നി. ഇനിയിപ്പോ പോകുമ്പോ അതായത് എന്റെ 20 അല്ലെങ്കിൽ 21-ാമത്തെ വയസ്സിൽ ഞാൻ ഇത്ര രൂപ ഏൺ ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യയിൽ അത് പോസിബിൾ ആവില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് അന്നേരം ഒരുപാട് മടിച്ചെങ്കിലും ഇന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ തോന്നാറുണ്ട്. അപ്പൊ ഈ ജേർണിയിലെ ലൈക്ക് ഇപ്പം ഒരു കൊല്ലം നീറ്റിന് പോയി, അപ്പം നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് പുറകിൽ വലിക്കുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉണ്ടാവും. 1 ഇയർ അവിടെ കളഞ്ഞു, അത് എനിക്കിപ്പം എനിക്ക് തോന്നുന്നു ടോട്ടൽ ജേർണി ഓൾമോസ്റ്റ് 2 ഇയർ ആയിട്ടുണ്ടാവും. 2 ഇയർ ആയിട്ടുണ്ട്, 1.5 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എങ്ങനെയാണ് അതൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡീൽ ചെയ്തെന്ന് വെച്ചാൽ നീറ്റിന് പോയപ്പോൾ തന്നെ വീട്ടിൽ കുറെ പേര് നീറ്റൊന്നും പെട്ടെന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ഒരു ഇതെന്ന് വെച്ചാൽ +2ന്റെ സ്കോർ വെച്ച് ഓക്കെ അവള് പഠിക്കുന്ന കുട്ടിയാണ് ചിലപ്പോൾ കിട്ടാം എന്ന് വെച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് സെൽഫ് ഫിനാൻസിനുള്ള ഒരു മാർക്കേ ഉള്ളായിരുന്നു. അപ്പോൾ കുറെ പേര് ഫാമിലിയിൽ പറഞ്ഞു ഓക്കെ എന്നാൽ സെൽഫ് ഫിനാൻസ് തന്നെ നോക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഒരു ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ പിന്നെ PG കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെയും ഇതിനു വേണ്ടി കുറെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ടൈമും മണി എഫേർട്ട് എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോഴാണ് ഇതേപോലെ ജർമ്മനിയെ കുറിച്ച് അറിഞ്ഞ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ചോദിച്ചു ആരും കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ആദ്യം ചെയ്യാം. ആ ഒരു വില്ലേജിൽ നിന്ന് ഇപ്പൊ ഫസ്റ്റ് ഞാനിങ്ങനെ വരികയാണ്. അപ്പൊ ഇത് എന്ത് പഠിക്കാനാണ് പോകുന്നത്, ഇതെന്താണ് വേറെ BSc നഴ്സിംഗ് വല്ലതും ചെയ്ത് ഇവിടെ നിന്നാ പോരെ എന്നൊക്കെ ഇങ്ങനെ ഒരു തോട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് വിട്ടേക്കാം. ആദ്യമൊക്കെ ഒരു A1 A2 അതായത് ബേസിക് ലെവലൊക്കെ പഠിച്ച ടൈമിൽ നല്ല സങ്കടമായിരുന്നു. ഇതെന്താണ് എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഐഡി എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഇത് നോക്കിയത്, അവള് സ്കിപ്പ് അടിച്ചു വന്നു എന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, അയ്യോ ദൈവമേ ഞാൻ സ്കിപ്പ് അടിച്ചു വരേണ്ടി വരുമോ, എനിക്കറിയില്ല. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഒരു ടൈം ആയപ്പോഴത്തേന് ഒരു വാശിയായി അതെ എന്തായാലും ഞാൻ വന്നു, എനിക്ക് എന്തെങ്കിലും ഒരു യൂസ് വേണം. ഇതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇനി ഞാൻ പോയില്ലയോ ലാംഗ്വേജ് എങ്കിലും എനിക്ക് പഠിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ B1 B2 ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് അതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റി, നല്ലപോലെ പഠിക്കാൻ പറ്റി. ഇപ്പോ ആ വിളിച്ചവരെന്നെ തിരിച്ചു വിളിച്ചേക്കടി നീ എന്നാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത് മാറ്റി പറയിച്ചു. സോ ഇതൊരു വലിയ ഒരു ഡിസിഷൻ ആണല്ലേ ആക്ച്വലി. ഇപ്പം നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് നല്ല ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ എല്ലാവരും ഒരു പാത്തിൽ സഞ്ചരിക്കുന്നു, നമ്മളും ആ പാത്തിൽ സഞ്ചരിക്കുന്നു. എല്ലാവരും ഡിഗ്രി പഠിക്കുന്നു, നമ്മൾ ഡിഗ്രി പഠിക്കുന്നു. അല്ലെങ്കിൽ കുറെ ആളുകൾ നീറ്റ് ആസ്പിരൻസ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, മെജോറിറ്റി ആൾ കുറെ പേര് നീറ്റിനും JEEക്ക് പോകുന്നൊന്നും ആവുന്നില്ല, വേണ്ടൊരു ഡിഗ്രിക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ പാത്ത് വിട്ട് പോയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചേഞ്ച് നടക്കാൻ പോകുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ എഗെയിൻ അഫ്ലഹിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോൾ ആദിത്യ പറഞ്ഞു, ആദിത്യക്ക് പേരൻസ് ആണ്, ആദിത്യയുടെ ഫാദറാണ് ആക്ച്വലി ഇങ്ങനെ പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ അഞ്ജുവിനോടൊക്കെ സംസാരിച്ചപ്പോൾ അഞ്ജു പറഞ്ഞത്, അഞ്ജു ആദ്യം 2 പ്രാവശ്യം B2 എഴുതിയിട്ട് ഒരൊറ്റ മൊഡ്യൂൾ പോലും കിട്ടാത്ത കാൻഡിഡേറ്റാ. 3ാമത്തെ പ്രാവശ്യമാണ് അവൾക്ക് ഒരു സിംഗിൾ മൊഡ്യൂൾ 2 മൊഡ്യൂൾ കിട്ടുന്നത്. അപ്പോൾ അവളുടെ ഫാദറാണ് അത്ര സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ആദിത്യന്റെ കേസിലും ഫാദറും മദറും അത്ര ക്രൂഷ്യൽ ആയിട്ട് നിന്നിട്ടുണ്ട്. അഫ്ലഹിന്റെ ഒരു പേരൻസിന്റെ സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ ജേർണിയിൽ? ഓക്കെ, എൻ്റെ പാരൻസ് തന്നെയായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു ഇത്, അവർ ഒന്നും തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് അവർ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ എന്താണോ പ്ലാൻ അതനുസരിച്ച് നീ മൂവ് ചെയ്യ്, ലൈക്ക് നിന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് പുറകിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു, ലൈക്ക് ചെയ്യുന്നുള്ള പറഞ്ഞിട്ട്. ലൈക്ക് അവർ ഫുൾ ടൈം അത് ആ കോൺഫിഡൻസ് തന്നുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു പേരൻസിന്റെ ഒരു ഫോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അതായത് ഒരു അൺവാണ്ടഡ് പ്രഷർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അഫ്ലഹിന്? ലൈക്ക് ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു മൊഡ്യൂളൊക്കെ, ആദ്യത്തെ അറ്റംപ്റ്റിൽ എത്ര മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ടായിരുന്നു? ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സെക്കൻഡ് അറ്റംപ്റ്റിലായിരുന്നു ഫുൾ മൊഡ്യൂൾ ട്രാക്ക്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കിട്ടാണ്ട് വന്നപ്പോൾ പേഴ്സണലി മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് 2 or 3 മാർക്സിനൊക്കെ ആയിരുന്നു മൊഡ്യൂൾസ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് ലൈക്ക് ഒരു മന്തൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തു. നിങ്ങൾക്കറിയാം, ലൈക്ക് എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ലൈക്ക് നമ്മളൊരു 1 month അല്ലെങ്കിൽ 2 month ബിഫോർ ഡേറ്റ് ബുക്ക് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ആ സ്ലോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എഴുതുന്നു, ദെൻ അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുന്നു, ദെൻ പോയി വരുമ്പോൾ റിസൾട്ട് വരുന്ന ഒരു ടൈം, അറ്റ് ആ മൊമെന്റ് നമുക്ക് നല്ലൊരു വിഷമം ഉണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾക്ക് എന്തായാലും കിട്ടുന്നുള്ളൊരു
വിശ്വാസം നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഏറ്റവും ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ 4 മൊഡ്യൂളും പോയ ഒരു ഡിഫിക്കൽട്ട് മൊമെന്റിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ തന്ന ആരാ അഫ്ലഹിന? പാരന്റ്സ് ആണ്. പേരൻസ് തന്നെയാണ്. അവരെന്താ പറഞ്ഞത് ആക്ച്വലി? ലൈക്ക് എന്നോട് പറഞ്ഞു നിനക്ക് പഠിക്കാൻ പറ്റും, ലൈക്ക് നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതിൽ, അത് നീ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. ലൈക്ക് നീ തന്നെ ചെയ്തെടുക്കണം, നിന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സപ്പോർട്ട് തന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അഫ്ലഹിൻ്റെ ഒക്കെ ജേർണിയിൽ ഇപ്പോൾ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ടാവില്ലേ, ലൈക്ക് 1 ഇയറിന് ഇടയ്ക്ക് ഇപ്പം പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്ത് പോയവരുണ്ടാവും, എക്സാം എഴുതിയിട്ട് ഡ്രോപ്പ് ചെയ്ത് പോയവരുണ്ടാവും. സോ അപ്പം അവരോടൊക്കെ ആക്ച്വലി അവരുടെയൊക്കെ വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർ ഒരു വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ത്രൂ ആയിട്ട് സക്സസ് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി പേഷ്യൻസ് വേണം തോന്നിയിട്ടുണ്ടോ ജർമ്മൻ പഠിക്കുന്ന കുട്ടികൾക്ക്? പേഷ്യൻസ് നിർബന്ധമാണ്. ലൈക്ക് ഇത് പുതിയൊരു ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഒരിക്കലും ഒരു ലാംഗ്വേജ് ബൈ ഹേർട്ടായി പഠിക്കാൻ പറ്റില്ല. ഒരു ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് ഏതൊരു ലാംഗ്വേജ് ആയാലും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം ഇംഗ്ലീഷ് പഠിച്ചവരുണ്ട്, ലൈക്ക് ഹിന്ദി പഠിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ, അതുപോലെ തന്നെ അറബിക്ക് പഠിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? മേ ബി ഇംഗ്ലീഷ് സംസാരിക്കാനാവും, ഒരു തട്ടിക്കൂട്ടി നമുക്ക് സംസാരിക്കാൻ പറ്റും. മേ ബി ഹിന്ദി ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ പോലെ എനിക്ക് ഹിന്ദി പ്രോപ്പറായി സംസാരിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് 11th 12th കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ 1 മാർക്കാണ് പോയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എന്നോട് 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല കാര്യം. ഞാൻ ബുക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നോളജ് മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ലൈക്ക് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്രാക്ടീസ് ആണ് നിർബന്ധമായിട്ടുള്ളത്. എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ലാംഗ്വേജ് നമുക്ക് ഒരിക്കലും അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെന്തായാലും പേഷ്യൻസ് വേണം. ഇപ്പം നമ്മളുടെ ലാംഗ്വേജിന് 4 മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. ലേസൺ, ഹ്യോറൻ, ഷ്രൈബൻ, സ്പ്രഷൻ. അതായത് റൈറ്റിംഗ് ഉണ്ട്, ലിസണിങ് ഉണ്ട്, ദെൻ സ്പീക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെയുള്ള 4 എണ്ണം ഉണ്ട്. അപ്പോൾ അത് പറയുന്നത് നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആവുള്ളൂ. വേറെ വഴികളില്ല, ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഫിസിക്സ് അതുപോലെയുള്ള ഒരു സയൻസ് ലാംഗ്വേജ് ഒക്കെയാണ് നമ്മൾക്ക് എന്താ തിയറി പഠിച്ചാൽ മതി. ഓക്കെ, എക്സാമിൻ്റെ തലേന്ന് എടുക്കുക, ഡെറിവേഷൻ പഠിക്കുക, അങ്ങ് പോവുക, പാസ്സാവും. പക്ഷെ അതുപോലെയല്ല ഈ സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ലൈക്ക് ഇപ്പോൾ വൊക്കാബ്സ് പറയാം. ഇപ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു തിങ്, അത് നമ്മൾക്ക് മലയാളത്തിൽ അതിൻ്റെ മീനിങ് അറിയായിരിക്കാം, ബട്ട് അതിൻ്റെ ജർമ്മനിൽ എന്താണ് അതിന് പറയുന്നത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കാനൊരു ടൈം എടുക്കും. ഒരു ക്യൂരിയോസിറ്റി, ഒരു എന്തൂസിയാസം ഒക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഷുവർ. അതായത് നമ്മൾ എപ്പോഴും ഒരു ലാംഗ്വേജ് പഠിക്കുമ്പം എൻ്റെ ഒരു ഇതിൽ തോന്നിയതാണ്, ഒരു മൈൻഡ് സെറ്റിൽ. അതായത് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ലാംഗ്വേജ് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിലും ബെറ്റർ അത് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. സോ നമ്മൾ ആ കൾച്ചറായിട്ട് ഇൻവോൾവ് ആവുക, ആ കൾച്ചറിലേക്ക് അങ്ങ് ഇറങ്ങിച്ചല്ല, ആ ഒരു ജർമ്മൻ കൾച്ചർ അത് ഇൻവോൾവ് ചെയ്യുക, അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ ലാംഗ്വേജ് പഠിക്കുക. ഇതന്നെയാണ് ഏറ്റവും ബെറ്റർ വേ. അതായത് നമ്മൾ ഒരിക്കലും ഇതൊരു എന്താ പറയുന്ന ഒരു ഹാർഡ്ഷിപ്പ് ആണെന്ന് വിചാരിച്ച് ഇത് ഭയങ്കര ജർമ്മൻ ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ്, നടക്കില്ല എന്നൊക്കെ വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഇതൊരു കിറാമുട്ടിയായിട്ട് അവശേഷിക്കും. അത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് ലാംഗ്വേജസ് ഒക്കെ. ഓക്കെ. അപ്പോൾ ഞാനത് മുമ്പ് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതായത് ഇപ്പോൾ നമുക്ക് ഫിസിക്സോ ഇംഗ്ലീഷോ മാത്സ് ഒക്കെ പഠിക്കണം എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു സിനിമ കണ്ടുകൊണ്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സിനിമ കണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എന്തായിരിക്കും പറയുക? ജർമ്മനിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് സീരീസ് കാണാം, അല്ലെങ്കിൽ ഇപ്പോൾ മൂവീസ് കാണാം, ലൈക്ക് ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. അപ്പോൾ ലാംഗ്വേജ് അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. EduFlair, education driven by passion.